Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ പുതിയ വീട്ടിലോട്ട് മാറിയിട്ടുള്ള നമ്മുടെ ഒരു ദിവസം. ഓക്കെ, നമ്മളിപ്പോൾ ഹൗസ് വാമിംഗ് വ്ളോഗും ഹോം ടൂറൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുതിയ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഞാനും വിചാരിച്ചു കുറേ കാലമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആവാന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമാണ്. പിന്നെ എല്ലാവരും എടുക്കണം, അവരെ ഉറക്കത്തിൽ തന്നെ നീച്ചിട്ട് അങ്ങനെ ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. രാവിലെ നീച്ചിട്ട് തന്നെ ട്രൈപോഡ് കാര്യങ്ങളെ അവിടെ ഫോൺ അവിടെ നോക്കി നോക്കി വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഭാഗത്തേക്കാവും. ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നീച്ചിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇത് ഇന്നലെ തന്നെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറെ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പല ക്രിയേറ്റേഴ്സിനെ. അപ്പൊ അങ്ങനെ രാവിലെ നീക്കുന്നത് മുതൽ ഇങ്ങനെ കാണിക്കും. പക്ഷെ ഞാൻ ഇത് മറന്നു. ഇനി ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ കാര്യം ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മറക്കും. ഇനിയിപ്പോ ഈ വ്ളോഗ് എടുക്കണ്ടെങ്കിലും ഞാൻ ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആ വ്ളോഗ് എടുക്കണ കാര്യം മറക്കും. പക്ഷെ ഇപ്രാവശ്യം മറക്കൂല, നമ്മൾ എടുത്തിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. പക്ഷെ രാവിലെ നീക്കണമൊക്കെ വേണമെന്ന് എനിക്ക് തോന്നിയില്ല. ഇനി നമുക്ക് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ആക്കാം. അപ്പൊ ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ മുകളിലോട്ട് കയറി നിൽക്കാൻ. അവിടെ താഴത്ത് നല്ല ബഹളാണ്. അയാൾ നീച്ചിക്കണു, അതിന്റെ തിരക്ക്. പിന്നെ അടുക്കളയില് വേറെ തിരക്ക്, ഭയങ്കര ഒച്ചയും വിളിയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നാണ് ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി നമുക്ക് താഴത്തോട്ട് പോവാം. എന്നിട്ട് താഴത്ത് പോയിട്ട് അവിടെ എന്താണ് സ്ഥിതിച്ചാ അതിനനുസരിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ വ്ളോഗ് എടുക്കാനുള്ള ഉന്മേഷം കിട്ടൂല, അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് താഴത്ത് പോയിട്ട് അവിടെ എങ്ങനെയാച്ചാ അതിനനുസരിച്ച് നീങ്ങാം. എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിക്കാതെ വ്ളോഗ് കംപ്ലീറ്റ് ആവില്ല. അപ്പം നേരെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് കിടക്കാം. പിന്നെ രാവിലെ എണീച്ചിട്ട് ഈ കേർട്ടൻസ് ഒക്കെ നീക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതാണ് ചെയ്യും. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാനും അവിടെ നല്ല കളിയിലാണ്. ഇനിയിപ്പോൾ അയാനും ആരാന്ന് ചിലവരൊക്കെ ചോദിക്കാരം, അതിൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് അയാനു. ചില ടൈമിൽ രാവിലെ തന്നെ നമ്മുടെ വ്യൂ അയാനു വെക്കാരം. ചിലപ്പോൾ ഓള് അയാനുവിനെ എടുത്തിട്ട് വരും, അല്ലെങ്കിൽ ഓനിങ്ങനെ അവിടെ അങ്ങനെ കളിക്കണത് കാണും. ഇപ്പോൾ കണ്ടോ, ആ ചെരുപ്പിൻ്റെ അടുത്തേക്കാണ് പോണത്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളോടാണ് ഓനക്ക് ഭയങ്കര ക്രേസ് ഉള്ളത്. ഓൻ്റെ കയ്യിൽ നമ്മൾ കൊടുക്കാത്ത സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ ഓനി നോക്കിയിട്ട് ആ ജനലിൽ ഇരുന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. രാവിലെ അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഒരു ചെറിയ വെയിലൊക്കെ വന്നിട്ട് ജസ്റ്റ് ആ വെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല രസമാണ്. സ്വത്ത് പിന്നെ നല്ല കളിയിലാണ്, അതുകൊണ്ട് ഓനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇങ്ങനെ കേർട്ടൻസ് ഒക്കെ ഇങ്ങനെ നീക്കി വെക്കണോട്ട് ഉള്ളിലോട്ട് നല്ല വെളിച്ചം വരും. അപ്പം നമുക്ക് പകൽ ടൈമിലൊന്നും ഉള്ളിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. സോ വെളിച്ചം ആവശ്യമായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും കർട്ടൻസ് നമ്മൾ അങ്ങനെ പൊന്തിച്ചു വെക്കും. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ ലൈറ്റും പുറത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ എനിക്ക് ഈ കർട്ടൻസ് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലിവിങ്ങത്തെ കർട്ടന്. പിന്നെ സ്വത്തുനി ഞാൻ എടുത്തുകൊണ്ടേ. അപ്പോൾ ഓനും എങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര കിളി പോയ നോട്ടാണ്. അപ്പോൾ ഞാൻ ഓനെയും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പൊന്തിപ്പിച്ച് എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഇതാണ് ഓൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. ഇഷ്ടം കൂടിയ ഇങ്ങനെയൊക്കെ ചെയ്യും, നല്ല രസമാണ്. പിന്നെ ഇമ്മ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇമ്മ അവിടെ വേറെ തിരക്കിലാണ്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഇമ്മനെ ഹെൽപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ പെട്ടെന്ന് വേഗം അടിച്ചു വാരാൻ നിൽക്കുകയാണ് ഇനി ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് കഴിഞ്ഞു. രാവിലെ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം. പിന്നെ ഇമ്മ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അടിച്ചു വരികയല്ലോ എന്നുള്ളൊരു ന്യായം വെക്കാലോ. മുകളിൽ ഡെയിലി ഒന്നും നമ്മൾ പോയി അടിച്ചു വരില്ല. ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ അടിച്ചു വരുള്ളൂ. നമ്മളെപ്പോഴും ഒന്നും അങ്ങോട്ട് പോക്കില്ല. എപ്പോഴെങ്കിലും ഒന്ന് സിറ്റ് ഔട്ടിലൊക്കെ ഉള്ള പോലെ. പിന്നെ ഞാനാണ് അങ്ങോട്ട് പോലെ, വേറെ ആരും അങ്ങോട്ട് വരലില്ല. അതുകൊണ്ട് ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ സുമിതാത്ത ഇന്ന് തുടക്കാറുണ്ട്. അപ്പോൾ ഓള് തുടച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഫുഡ് റെഡിയായി. പക്ഷെ അപ്പോഴത്തേനും ഞാൻ കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കുളിക്കൽ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഒക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞാൽ സന്തോഷം സമാധാനമായി. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇനി കുളിച്ചിട്ട് വന്നിട്ട് വേഗം ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരോരുത്തർ 5 മിനിറ്റ് വെയിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഓരോ അവിടെ എടുത്തിട്ട് ഞാൻ വേഗം പോയി കുളിക്കാൻ പോയി. അപ്പോൾ ഇതപ്പോൾ ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട്. താഴെ ഓരൊക്കെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തിക്കുകയാണ്. അപ്പോൾ ഇനി വേഗം താഴത്ത് പോയിട്ട് ഫുഡ് കഴിക്കണം. അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇനി ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് മതിയോ? ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് മതി.
നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടെ വന്നിട്ടുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ വീട്ടിലായിരുന്നപ്പോൾ ഓരോരുത്തരും ഓരോ ടൈമിലായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒപ്പം ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാറ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്ലാസ് കാണാൻ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാനിപ്പോൾ ACC ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ്ങും കാര്യങ്ങളും കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു കോഴ്സ് എടുത്തതാണ്. പിന്നെ സ്കൂളോട്ടെ മാത്സിനോടൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിലർക്കൊക്കെ മാത്സ് എന്ന് പറയുന്നത് ഒരു ഫിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മാത്സിനോട് ഫിയർ ഉള്ള കുറച്ച് ആൾക്കാർക്ക് ഞാൻ നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. റീസെന്റ് ഞാൻ ബാൻസു എന്ന് പറഞ്ഞ കോഴ്സിനെ പറ്റിയായിരുന്നു. വേൾഡ് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന നീലകണ്ഠ ബാനുവാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ടോപ്പ് ലെവൽ എക്സ്പെർട്ട് നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ ആ കോഴ്സിന്റെ ക്വാളിറ്റി അത്ര ഹൈ എൻഡ് ആയിരിക്കുമല്ലോ. ബാൻസുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അല്ലെങ്കിൽ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സാധാരണ നമ്മൾ മാത്സ് ട്യൂഷൻസും കാര്യങ്ങളൊക്കെ ഒരു നോർമൽ കാൽക്കുലേഷൻ വഴിയല്ല ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഗെയിംസ്, വിഷ്വൽ, സ്റ്റോറീസ് ത്രൂ ഒക്കെയാണ് നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുന്നത്. സോ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ക്യാച്ച് ചെയ്യാനും പറ്റും. നോർമൽ കാൽക്കുലേഷൻ വഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, ക്യാച്ച് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇങ്ങനെ സ്റ്റോറീസും ഗെയിംസ് ത്രൂ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇവർ UKG മുതൽ 9th സ്റ്റാൻഡേർഡ് വരുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ മാത്സ് ട്യൂഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെറിയ ഏജിൽ തന്നെ ഈ മാത്സിനോടുള്ള ഒരു ഫിയർ മാറി കിട്ടുമ്പോൾ മാത്സിനോട് ഒരു ഇഷ്ടം കൂടുകയും പിന്നെ അവരുടെ കോൺഫിഡൻസ് ഒന്നുകൂടി ബൂസ്റ്റ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും മാത്സിനോട് ഒരു പേടിയുണ്ട്, മാത്സ് അത്ര കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട പാരന്റ്സിന്റെ കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലാസ്സസ് എല്ലാം വരുന്നത് 15 minutes ആണ്. അത് മാത്രമല്ല ഭയങ്കര ഇന്ററാക്റ്റീവ് ക്ലാസ് സെക്ഷൻസ് ആണ്. ഭയങ്കര ട്യൂഷൻസ് പോലെ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഒന്നുമല്ല. ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് ഭയങ്കര ഫൺ ആയിട്ട് പോകുന്ന ഒരു ക്ലാസ്സസ് ആണ്. 70+ കൺട്രീസിൽ ബാൻസു അവൈലബിൾ ആണ്. ലൈക്ക് ഇന്ത്യ, USA, UK ഇത് അവൈലബിൾ ആണ്. യാതൊരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന 50 പേർക്ക് ആദ്യത്തെ ക്ലാസ് ഫ്രീ ആയിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് കിട്ടണമായിരിക്കും. ഫ്രീ ആയിട്ട് ഒരു ട്രയൽ ക്ലാസ് കിട്ടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് എടുത്താൽ പ്ലസ് 25% ഡിസ്കൗണ്ട് ഉണ്ടാകും. അപ്പൊ ഭയങ്കര ഫണ്ണായി ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് മാത്സ് പഠിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബാൻസു. അപ്പൊ മാത്സിന്റെ ഫിയർ ഒക്കെ മാറി മാത്സിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ എല്ലാവർക്കും പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് കിടക്കാം. അതിന് മുമ്പ് എന്റെ മുഖത്താണ്ടോ കുറച്ച് ബൾബ് വന്നിക്കണു. ഇതവിടെ നിന്ന് ഇവിടുത്തെ പോയി. ഇവിടെ എന്താ ഈ സംഭവം? അപ്പൊ നമ്മള് അതിനെ നികത്തണം. നികത്താൻ എന്ത് ചെയ്യണം? ഓയിൻമെന്റ് പുരട്ടണം. ഇതൊരു ആ ബൾബ് കരിഞ്ഞു പോകും ഇത് തേച്ചാൽ. സെറ്റ് പോ. കുരുള്ളടത്ത് മാത്രം തേക്കുക. മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്താൽ മുഖം കരിയും. മോയ്സ്ചറൈസർ ഇടണം വിചാരിച്ചു, പക്ഷെ നമ്മളിപ്പോൾ കുരു പോകാനുള്ള വിദ്യ ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ ഇപ്പൊ മോയ്സ്ചറൈസർ ഇടരുത്. നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നുണ്ട്. ലിപ് ബാം തേക്കുക. കുറെ പേര് ചോദിക്കാറുണ്ട് ലിപ് ബാം ഏതാന്ന്. ദിസ് വൺ ചാപ്റ്റെക്സിന്റെ ലിപ് ബാം ആണ്. കുറെ കാലങ്ങളായി ഞാൻ അതിനെ യൂസ് ചെയ്യുന്നു. അതിൽ നിന്നൊരു മോചനം എനിക്കില്ല. അത് SPF 15 ഉള്ളൂ. ഇനി അതിൽ കൂടുതലുള്ള SPF യൂസ് ആക്കണം എന്ന് യൂസ് ആക്കി നോക്കിയിട്ടില്ല. ഈ ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ലിപ്സ്റ്റിക് ഇട്ടിക്കണോ ചോദിച്ചാൽ ഇട്ടിക്കണോ, ഇട്ടിട്ടില്ല ചോദിച്ചാൽ ഇട്ടിക്കണോ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഓവറായിട്ടില്ലാതെ ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്. അപ്പം ഇത്രയേ ഉള്ളൂ. അടിപൊളിയില്ലേ. പിന്നെ ഈ മരുന്ന് തേച്ചത് അരമണിക്കൂർ കഴിഞ്ഞാൽ ഉണങ്ങും. അപ്പം നമ്മൾ കഴുകിക്കളയണം. എന്നിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ അങ്ങനെ മൈക്ക് വാങ്ങണം അങ്ങനെ വിചാരിക്കും. പിന്നെ ഞാനത് അങ്ങോട്ട് മറക്കും. പിന്നെ ഞാനൊരു സാധനം അങ്ങനെ വാങ്ങാൻ അങ്ങനെ കരുതി വെച്ചിരിക്കണു. അപ്പം അത് വാങ്ങുമ്പോൾ എന്തായാലും മൈക്ക് വാങ്ങാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ലോഗൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാം. ഇപ്പം എനിക്കറിയാം പുറത്തുനിന്ന് നല്ല നോയ്സ് ഉണ്ടാവും. റോട്ടിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ പട്ടി ഉണ്ട്. അപ്പോൾ പട്ടി കുരക്കണ സൗണ്ട് ഉണ്ടാവും. പിന്നെ അപ്പുറത്തെ തൊടുവിൽ എന്തൊക്കെ പണികളൊക്കെ ഉണ്ടാവും, അതിൻ്റെ സൗണ്ട് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് ക്ഷമിക്കണം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇനി വേറെ തിലക്ക് ചെയ്യാം. ഒക്കെ കഴിഞ്ഞിട്ട് താഴത്ത് പോയി നോക്കുമ്പോൾ അയാനും ഫുഡ് കഴിക്കണമൊക്കെ തിരക്കിലാണ്. അയാനും നമ്മൾ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഏകദേശം ഇപ്പോൾ എനിക്ക് 7 months ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലെ മെയിൻ എൻ്റർടൈനറാണ് സ്വത്തു. ഇനിയിപ്പോൾ സ്വത്ത് എന്ന് വിളിച്ചിട്ട് ഡൗട്ടാണ്. നമ്മൾ അയാനുവിനെ സ്വത്തു എന്നാണ് വിളിക്കാറ്. ആദ്യം എല്ലാവരും പല പല ചിലപ്പേര് വെച്ചിട്ടാണ് അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനക്ക് സ്വത്തു എന്ന് വിളിക്കുമ്പോഴാണ് ഓൻ തിരിഞ്ഞു നോക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. ബിക്കോസ് ആരാ പേരിട്ടത്? ഞാൻ. അങ്ങനെ കുറച്ച് നേരം ക്ലാസ് കാണാനുള്ളതൊക്കെ കുറച്ച് നേരം കണ്ടു തീർത്തു. എന്നിട്ട് പിന്നെ നേരെ അപ്പത്തേനും ഫുഡ് കഴിക്കാനായി. ചോറും കറിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ രണ്ടാളും ഫുഡ് കഴിച്ചു. പിന്നെ ഇമ്മ ഇടയ്ക്കുള്ള ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മൾ രണ്ടാളും ഫുഡ് കഴിച്ചു. പിന്നെ എന്നിട്ട് നേരെ റൂമിലോട്ട് തന്നെ വന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണോട്ട് ചാർജ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചാർജർ എടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് താഴത്ത് പോയത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിരുന്ന് ഫുഡും കഴിച്ചു. ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാവരും എന്താ ചെയ്യണമെന്ന് നോക്കി നടക്കും. ബിക്കോസ് ഉച്ച കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഉറക്കമൊന്നും വരില്ല. എനിക്ക് അത്രയും ചെയ്യണമെങ്കിൽ ഞാൻ ഉറങ്ങാറുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാവരും എന്താ ചെയ്യണമെന്ന് നോക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ കളിച്ചിരിക്കും. അപ്പോൾ സുന്ദാത്ത ഫുഡ് കൊടുക്കുമായിരുന്നു സ്വത്തുവിന്. പിന്നെ ഞാൻ എൻ്റെ ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കുന്ന പരിപാടിയായിരുന്നു എനിക്ക്. ഈ വ്ളോഗ് എടുക്കണത് കൊണ്ട് താഴത്ത് പോകുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോകും, പിന്നെ ഇങ്ങോട്ട് വന്നാൽ പിന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൽ നിന്ന് ഈ ജനൽ ഞാൻ ഈ ഒരു ജനൽ തുറന്നിടും. എന്നിട്ട് ഇങ്ങനെ നല്ല വ്യൂ കിട്ടും. അപ്പുറത്ത് റബ്ബർത്തോടുമാണ്. അപ്പോൾ ആ ഒരു വ്യൂവിൽ ഇങ്ങനെ നമുക്ക് കണ്ടിരിക്കാം. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സ്വത്തും സുന്ദാത്തിയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ റൂമിലോട്ട് വരുന്ന വയ്യാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ ഞാൻ ക്ലാസ് കാണാനും പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മുകളിലോട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്നെ തപ്പിയിട്ട് ഇവർ രണ്ടാളും കയറി വരും. കയറി വന്നാൽ പിന്നെ പറയണ്ട, മൂപ്പര് എൻ്റെ ബുക്ക് ഓരോടത്തും എൻ്റെ ടേബിൾ ഓരോടത്തും എൻ്റെ ലാപ്പ് ഓരോടത്തൊക്കെ ഇങ്ങോട്ട് ആക്കി തരും. പ്രത്യേകിച്ച് എൻ്റെ ബുക്സൊക്കെ കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഒപ്പം പഠിക്കാനൊക്കെ ഇരുത്തും. അപ്പോഴും ഇങ്ങനെ മുണ്ടാതിരിക്കും. ടൈം പോയതേ അറിയില്ല. അപ്പത്തേനും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഈവനിങ് എന്താ, നമ്മുടെ ചായ ടൈം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചായ ഒക്കെ വെക്കണത് വ്ളോഗിൽ കാണിക്കാന്ന്. അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം. ഞാൻ ചായ ഉണ്ടാക്കണ ഇതിനു മുമ്പ് കണ്ടുകൊള്ളൂ, കാണാൻ വഴിയില്ല, ഞാനത് പുറത്തുവിട്ടിട്ടില്ല. നമുക്ക് ചായ ഉണ്ടാക്കാം. ആദ്യം വേണ്ടത് ചായ ചട്ടിയാണ്. ചായ ചട്ടി മാത്രം ഉണ്ടായിരുന്നില്ല, നമുക്ക് പാലും വെള്ളം പഞ്ചസാരയും ചായപ്പൊടി വേണം. പാൽ വെച്ചു. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഓവറായിട്ട് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടും. കൃത്യമായിട്ട് അളവിന് ഉണ്ടാക്കാറില്ല. ഇപ്പൊ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് തോനെ കാണണം. കുറച്ച് ഉണ്ടാക്കിയിട്ട് തികയോ വെച്ചിട്ട് എനിക്ക് തന്നെ ഡൗട്ടാണ്. അപ്പൊ ഞാൻ കുറച്ചധികം ഉണ്ടാക്കും. പിന്നെ തികയാത്തൊരു പ്രശ്നം വരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ചായ ഞാൻ ഇവിടെ അത്യാവശ്യത്തിൽ അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഈ പ്രശ്നം വരയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെ തന്നെ എന്തെങ്കിലും കറിയൊക്കെ എടുക്കുമ്പോൾ ഞാൻ കുറെ എടുക്കും, ഇത് തികയില്ല വിചാരിച്ചിട്ട്. പക്ഷെ അത് ലാസ്റ്റ് ഞാൻ കഴിക്കൂല. കാണുമ്പോ എനിക്ക് തോന്നണം, പക്ഷെ പക്ഷെ ഞാൻ കഴിക്കൂല. അടുപ്പത്ത് പാലും വെച്ച് വെറുതെ ചായ ആവില്ല. ഞാനൊരു ചായ ഉണ്ടാക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇവിടെ ഇതെല്ലാവരും എന്റെ ചായന്റെ ഫാനാണ്. എല്ലാവർക്കും ഇഷ്ടമായ ചായ. പക്ഷെ ഞാൻ വേണമെന്ന് നിൽക്കണം. ഞാൻ ചിലപ്പോ കട തുറച്ചൊക്കെ ഉണ്ടായി കൊടുക്കും. നല്ല രീതിയിൽ എപ്പോഴും ഉണ്ടായി കൊടുത്താൽ എപ്പോഴും ഇന്നത്തെ ചായ ഉണ്ടാക്കുവാറ്. നമ്മള് ബുദ്ധിക്ക് തിങ്ക് ചെയ്യണം. അപ്പൊ എനിക്ക് കൊളാക്കി ഉണ്ടായി കൊടുക്കുക. അപ്പൊ എപ്പോഴും കഴിക്കൂല, എപ്പോഴും. ഇപ്പൊ പക്ഷെ ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. അതിന് കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചോദിക്കരുത്, ഞാൻ പറഞ്ഞില്ല. അത് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഇപ്പോൾ ചായപ്പൊടി ഇട്ടു, പിന്നെ പഞ്ചസാര. അതുകൊണ്ടിട്ട് ഞാൻ ചായ തന്നെ. എനിക്ക് സ്വന്തമായി ചായയില് ഏലക്കായ ഇങ്ങനെ കുടിച്ചിരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇമ്മക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഏലക്കായ ഉണ്ടാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ തന്നെ കുടിക്കാം. ഇതിപ്പോ ഞാൻ നോക്കണ നേരത്തെ താക്കൂല. ഞാൻ ഇവിടെ നോക്കിയപ്പോ താക്കും തളച്ചു. എന്റെ ചായന്റെ ടേസ്റ്റ് വരാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ ചായക്ക് ടേസ്റ്റ് വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ ചായ തിളക്കുമല്ലോ, എന്നിട്ട് നമ്മള് ഗ്യാസ് കുറച്ച് വെക്കുക, അതിന്റെ കൂട്ടുക. അപ്പൊ പൊന്നിങ്ങനെ വരും. എന്നിട്ട് പുറത്തേക്ക് പോകാനായി ആടുമ്പോ കുറക്കുക, പിന്നെയും കൂട്ടുക, പിന്നെയും കുറക്കുക. ഇതെന്നെ ഒരു 10
അത്രയും വേണ്ട, കുറച്ചു നേരം ചെയ്താൽ ചായ സൂപ്പർ. പിന്നെ ഞാൻ ഇറക്കുന്നത് പൊന്തി കുറക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യാം, ഫുള്ള് താഴണം. ചായന്റെ ട്രിക്ക് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചായ സെർവ് ചെയ്തിട്ട് കുടിക്കാം. നമ്മുടെ ചായ ഗ്ലാസ്സുകളിലോട്ട് വയ്ക്കാം. നമുക്ക് ഇവിടെ ചായ അങ്ങനെ വെക്കണം. ഗ്ലാസ്സിന് ഈ ഗ്ലാസ്സാണ് ഏറ്റവും ഇഷ്ടം. അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് എനിക്ക് ഈ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ പറയും അരിപ്പ എന്ന് വെക്കുന്ന സ്ഥലത്ത് കാണാൻ എനിക്ക് വലിയ തെരഞ്ഞെടുക്കാം. മുത്തുമണിയല്ലേ അരിപ്പ കാണാൻ. കിട്ടി. അതിന്റെ മുകളിൽ കൊണ്ടു ഓരോന്ന് ചെയ്തു. ഞാനൊരു ഈസി ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ചായ നമ്മള് ഗ്ലാസ്സിലേക്ക് വയ്ക്കുമ്പോ ചായ പോവുക വിചാരിച്ചോ, നമ്മളതിന് കപ്പ് എടുക്കുക. എന്നിട്ട് അരിപ്പ് എടുത്തിട്ട് ഫുള്ള് ചായ മയക്കി കവുത്തുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് വയ്ക്കുക. അപ്പൊ പോലെ എന്റെ കണക്കൂട്ടൽ തെറ്റി. ഇനി പ്രാവശ്യം കറക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്ന ചായ. ഹൗസ് ഇസ് പോസിബിൾ? ഇതാണ് എന്റെ ചായക്കപ്പ്. ഈ വീട്ടിൽ എന്റേതായ വ്യക്തിമുദ്ര ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ഈ വീട്ടിലുള്ള ഒറ്റ മനുഷ്യൻ തൊട്ടില്ല, ഞാൻ ഒഴിച്ച്. അതാണ് പറഞ്ഞത്. നമ്മൾ ഇവിടെ നിന്നിട്ടാണ് ചായ കുടിക്കല്. നമുക്ക് വെറൈറ്റി ആയിട്ട് പുറത്തു പോവാം. പുറത്ത് സിറ്റ് ഔട്ടിൽ പോയി കുടിക്കാം. പിന്നെ ചിലരൊക്കെ ഇപ്പോഴും ചായ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. സംഭവം ചായ ഇഷ്ടമില്ലാത്തത് നിങ്ങൾ നല്ല ചായ കുടിക്കാനിട്ടാണ്. എവിടുന്നേലും നല്ല മാട്ട ചായ ഇട്ടിട്ടുണ്ടാവും, അതായിരിക്കും ചായ ഇഷ്ടമില്ലാത്തത്. നിങ്ങൾ നല്ല ചായ കുടിച്ചു നോക്കും, അപ്പോൾ നിങ്ങൾ ചായക്ക് അഡിക്റ്റ് ആവും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഫോർ മീ ചായ എന്ന് പറയുന്നത് എനിക്കൊരു ഇമോഷനാണ്. പിന്നെ അയാനും ഉറങ്ങുമായിരുന്നു, അപ്പോൾ അപ്പത്തിനും ചായ ഒക്കെ കുടിക്കുന്ന ടൈം ആയപ്പോഴത്തേനും അയാനും ഉണർന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് ചായ ഒക്കെ കുടിച്ചു. അയാനും കുടിച്ചിട്ടില്ല. നമ്മളോ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കൽ തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് കോറ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് സോളിഡ്സ് മാത്രമേ കൊടുക്കലുള്ളൂ. പിന്നെ അയാനുവിൻ്റെ വക ഇങ്ങനെ കുറച്ച് സർക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിൽപ്പെട്ട ഒന്നാണ് ഇത്. പിന്നെ അപ്പുറത്ത് ഇമ്മ നാളെ പത്തിരിയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പം തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. രാത്രി തന്നെ മാവൊക്കെ സെറ്റാക്കി പത്തിരിയൊക്കെ ഇങ്ങോട്ട് പരത്തി വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ രാവിലെ അതെടുത്തിട്ട് ജസ്റ്റ് ചുട്ടെടുത്താൽ പോരെ. വീട്ടിലെ പോരാളിക്ക് ഭയങ്കര ബുദ്ധിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാനുവിനെ കാണാനില്ല. അതെവിടെയും നോക്കി തപ്പി നടന്നപ്പോഴാണ് മോളിൽ സുംതാത്തി ഓനുമ്പാടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാനും ഒരു കമ്പനിക്ക് ഒരു ഒറ്റയ്ക്ക് ഇരിക്കാമല്ലേ, അപ്പോൾ ഞാനും ജസ്റ്റ് ഒരു കമ്പനിക്ക് ഒരപ്പം ഇരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം മന്ദമായിട്ട് വെറുതെ ഇങ്ങനെ ആകാശത്ത് നോക്കിയപ്പോഴാണ് ചന്ദ്രൻ നല്ല ഫുൾ മൂണായിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ. നേരിട്ട് കാണേണ്ട ആ ഒരു ഭംഗി വീഡിയോ എടുത്തപ്പോൾ നേരെ കിട്ടിയില്ല. ജസ്റ്റ് നിങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി നോക്കിയാൽ കാണാമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും ഇമ്മാൻ്റെ വിളി വന്നു, ഫുഡ് റെഡിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ചിക്കൻ ചില്ലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഇതാ ഈ കാണുന്നതാണ് എൻ്റെ ഡാഡി. പിന്നെ വാപ്പ വിളിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയതാണ്. ഡേ ഇൻ മൈ ലൈഫ് അല്ലേ. പിന്നെ വീട്ടിലെ പോരാളിനെ ഇന്ന് വ്ളോഗിൽ കാണിക്കാനേ കിട്ടിയിട്ടില്ല. ബിസി ഗേളാണ് എൻ്റെ അമ്മ. എൻ്റെ വ്ളോഗിൽ പെട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഉമ്മാനെ പിടിച്ച് വലിച്ചിരുത്തിയിട്ട് എടുത്തതാണ് ഈ ഒരു ക്ലിപ്പ്. ഇല്ലെങ്കിൽ ഇതിലും ഉമ്മാനെ കിട്ടൂലേന്നു. പിന്നെ വേണമെങ്കിൽ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ആവാം അല്ലേ. അപ്പം ഇനി എന്തായാലും നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി എന്താ പോയി കിടന്നുറങ്ങണം. അതിനു മുമ്പ് നല്ല ബ്രഷൊക്കെ ചെയ്ത് നല്ല സുന്ദരി കുട്ടപ്പിയായി. പിന്നെ മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകണം. അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട്. അല്ലാതെ നമ്മൾ സ്കിൻ കെയർ ചെയ്യാതെ നമ്മൾ ഒരിക്കലും നമ്മൾ പോയി ഉറങ്ങരുത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവള് മാരകമായിട്ട് എന്തൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും.
ഇല്ല, ജസ്റ്റ് ഒന്ന് ലിപ് ബാം ഇടും, പിന്നെ കുറച്ചൊരു മോയ്സ്ചറൈസർ ഇടും. അതിട്ടിട്ട് വേഗം പോയി അങ്ങോട്ട് കടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. അല്ലാതെ കുറേ ഒന്നുമില്ല. പിന്നെ എപ്പോഴേലും ഒരു നൈറ്റ് ക്രീമൊക്കെ ഓർമ്മ വന്നാലെടുത്ത് കുറച്ച് അപ്ലൈ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സ്കിന്നൊക്കെ എപ്പോഴും നന്നായിട്ട് കെയർ ചെയ്യണം, എന്നാലേ സ്കിൻ അടിപൊളിയായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ ഇപ്പോൾ പൊതുവെ എല്ലാവരും സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ രാവിലെ പറഞ്ഞ മാത്സിൻ്റെ ബാൻസു ക്ലാസ് മിസ് ഔട്ട് ആക്കേണ്ട, ലിങ്ക് താഴത്ത് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.